വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ഷിബുവിന്റെ അവയവങ്ങൾ 7 പേർക്ക് പുതുജീവനേകും. ഹൃദയം, വൃക്കകൾ, കരൾ, നേത്രപടലങ്ങൾ, ചർമ്മം എന്നിവ ദാനം ചെയ്തു. കേരളത്തിൽ ആദ്യമായാണ് ചർമ്മം ദാനം ചെയ്യുന്നത്. കൊല്ലം ഇടവട്ടം ചിറക്കര സ്വദേശി 46-കാരൻ ഷിബുവിന്റെ അവയവങ്ങളാണ് മരണാനന്തരം ദാനം ചെയ്തിരിക്കുന്നത്. ഹൃദയം, വൃക്കകൾ, കരൾ, നേത്രപടലങ്ങൾ, ചർമ്മം എന്നിവയിലൂടെ ഷിബു 7 പേർക്ക് പുതുജീവനേകും. നേപ്പാൾ സ്വദേശിയായ 22-കാരി ദുർഗയ്ക്കാണ് ഹൃദയം മാറ്റിവെക്കുന്നത്. ഒരു വൃക്ക തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിലേക്കും മറ്റൊരു വൃക്ക കൊല്ലം ട്രാവൻകൂർ മെഡിക്കൽ കോളേജിലേക്കും കരൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്കും 2 നേത്രപടലങ്ങൾ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഫ്താൽമോളജിയിലെ രോഗികൾക്കുമാണ് നൽകിയത്. ഇതുകൂടാതെ തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിൽ സ്ഥാപിച്ച സ്കിൻ ബാങ്കിലേക്ക് ഷിബുവിന്റെ ചർമ്മവും നൽകി. കേരളത്തിൽ ആദ്യമായാണ് ചർമ്മം ദാനം ചെയ്യുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രാവിലെ 10:30 ആരംഭിച്ച അവയവ മെഡിക്കൽ ശസ്ത്രക്രിയ ഉച്ചയ്ക്ക് 1:30 അവസാനിച്ചത്. ഒരു മസ്തിഷ്കമരണം സംഭവിച്ചു എന്ന് ഡോക്ടർമാരെ ബന്ധുക്കളോട് പറയുമ്പോൾ ഞങ്ങളുടെ സഹോദരൻ്റെ അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ അവയവം എല്ലാവർക്കും കൊടുത്ത് അവരൊക്കെ ജീവിക്കട്ടെ എന്നുള്ള ആ മനസ്സുണ്ടല്ലോ, ആ മനസ്സിൽ നിന്നാണ് എല്ലാ ഉദ്യമവും തുടങ്ങുന്നത്. ഇവിടെ റിട്രീവൽ ടീംസ് എറണാകുളത്ത് നിന്ന് എത്തിയത് തന്നെ ഒരു 10 മണിയായി. ഒരു 10:30 റിട്രീവൽ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ഏകദേശം 2 മണിക്ക് ഹാർട്ട് വെളിയിലായി, 2:15 ലിവർ വെളിയിലായി. എല്ലാ ട്രാൻസ്പോർട്ടും കോർഡിനേറ്റ് ചെയ്യുന്നത് കേരള പോലീസാണ്. കേരള പോലീസ് ബൈ റോഡും ബൈ എയറും എല്ലാം ട്രാൻസ്പോർട്ടഡായി. ഡിസംബർ 14 വാഹനാപകടത്തിലാണ് ഷിബുവിന് ഗുരുതരമായി പരിക്കേറ്റത്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്കായി ഡിസംബർ 15 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ചികിത്സയിൽ ഇരിക്കെയാണ് ഷിബുവിന് മസ്തിഷ്ക മരണം സംഭവിച്ചത്. തുടർന്ന് അവയവദാനത്തിന് കുടുംബാംഗങ്ങൾ സമ്മതം അറിയിക്കുകയായിരുന്നു. ജനം, തിരുവനന്തപുരം.